അങ്കിൾ എങ്ങനെ ഉണ്ടായിരുന്നു ബോട്ട് റൈഡിങ്? നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൂടെ കരയിൽ കൂടെ ഉള്ള ഒരു ബോട്ടിംഗ്. നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ഒരു ബോട്ടിംഗ് വന്നെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒത്തിരി റിവറുകളും കായലുകളും ഒക്കെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ കര, കടല്, കായൽ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ ഇത് ചെയ്യാൻ പറ്റും. നല്ലൊരു ആശയമാണ് ഇത് അല്ലെ? നല്ലൊരു ഇതൊക്കെ കണ്ടുപിടിക്കുക. ഇത് ഇങ്ങനെ ഒരു സംഭവമൊക്കെ നമ്മുടെ നാട്ടിലും വരുന്നത് നല്ലതാട്ടോ. കണ്ടോ, ബോട്ടും അതിൻ്റെ കൂടെ തന്നെ വീലും കാര്യങ്ങളൊക്കെ ആയിട്ട് റോട്ടിൽ കൂടെ ഓടിക്കും, വെള്ളത്തിൽ കൂടെ ഓടിക്കും എന്ന് പറഞ്ഞാൽ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കണ്ടോ, ഡിഫറെൻറ്റ് ലൊക്കേഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ. കുറച്ച് നേരം റോട്ടിൽ കൂടെ ഓടിക്കാം, കുറച്ച് നേരം വെള്ളത്തിൽ കൂടെ ഓടിക്കാം. കാരണം നമ്മുടെ നാടുകളിൽ ഒത്തിരി ലേക്കും റിവറും ഒക്കെ ഉള്ളതാണ്, പുഴകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് വർത്തായിരിക്കും ഇങ്ങനൊരു സംവിധാനം നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു എക്സ്പീരിയൻസിന് പോവാണ്. വിസ്കോൺസിൻ ഡക്സ്. ഈ ഡക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കണ്ടോ? അപ്പോൾ അതെ, ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിൽ കൂടെയാണ്. ഇനി നേരെ ഇവിടുന്ന് റോഡ് മാർഗം നേരെ കൂടെ പോകാനുള്ള പരിപാടിയാണ് ഇത്. ശരിക്കും ഈ വിസ്കോൺസിൻ ബോട്ടിനെ എന്തുകൊണ്ടാണ് ഡക്സ് എന്ന് വിളിക്കപ്പെടാൻ കാരണമെന്ന് ഇതിൻ്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ബോട്ട് 1942 അമേരിക്കൻ മിലിറ്ററി സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് കണ്ടുപിടിച്ചതാണ്. എന്ന് പറഞ്ഞാൽ അന്ന് കപ്പലിൽ നിന്നും സാധനങ്ങൾ കരയിലേക്ക് എത്തിക്കുന്നതിന് ഒരു ഈസി വേ എന്ന രീതിയിൽ കണ്ടുപിടിച്ച ഒരു വാഹനം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. അന്ന് ഈ വാഹനത്തിന് ഒരു കോഡ് വേർഡ് കൊടുത്തായിരുന്നു. ആ കോഡ് വേർഡ് എന്നത് DUKW എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ D എന്നത് 1942 റെപ്രസെൻ്റ് ചെയ്യാനും, U എന്നത് ഒരു യൂട്ടിലിറ്റി വാഹനമായതിനാലും, K എന്നത് ഒരു ഓൾ വീൽ ഡ്രൈവ് കേപ്പബിലിറ്റി ഉള്ള വാഹനമായതിനാലും, W എന്നത് അതിന് ഡ്യുവൽ റിയൽ ആക്സിസ് വാഹനം എന്ന രീതിയിലും ആയതുകൊണ്ടാണ്. പിന്നീട് ഇതിൻ്റെ മികവും ഇതിൻ്റെ ജലത്തിൽ കൂടെയും കരയിലേക്കൂടെയുള്ള ആ ഒരു കേപ്പബിലിറ്റിയൊക്കെ കണ്ടതിന് ശേഷം അമേരിക്കൻ മിലിറ്ററി തന്നെ ഇതിന് താറാവ് എന്ന ഓമന പേരിൽ ഡക്ക് എന്ന് വിളിക്കപ്പെടുകയും പിന്നീട് 1945-1947 കാലഘട്ടത്തിൽ വിസ്കോൺസിൻ ടൂറിസ്റ്റിലേക്ക് ഇത് വന്നപ്പോൾ ഇതിൻ്റെ ആ ഓമന പേര് തന്നെ ഒഫീഷ്യൽ നെയിമായി ഏറ്റെടുക്കുകയും ഡക്സ് എന്ന് അറിയപ്പെടുകയാണ് ചെയ്തത്. സോ ഇത് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ റിവറിൽ കൂടെയുള്ള ബോട്ട് യാത്ര കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി നേരെ മുകളിലേക്ക് കയറാനുള്ള പരിപാടി കേട്ടോ. കണ്ടോ, ഇത്ര നേരം വെള്ളത്തിൽ കൂടെ ആയിരുന്നു. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്. മീനുണ്ട്. ഇത്ര നേരം നോക്കി കണ്ടോ. ഇതിപ്പോൾ ഇത്ര നേരം നമ്മൾ റിവറിൽ കൂടെ യാത്ര ചെയ്യായിരുന്നു. ഇനി നേരെ കരയിലേക്ക് ഒരു കയറ്റമുണ്ട്. യെസ്, അതൊരു നല്ലൊരു പരിപാടിയായി പോയിട്ട് കണ്ടോ. ഇപ്പോൾ ഇത് വീലുമേക്കാണ് ഓടണേ. ഗിയറാണ് ചേഞ്ച് ചെയ്തു, നേരെ വീലുമേലേക്ക് ആക്കി. യെസ്, ഞാൻ കയറ്റം കയറാൻ പോകാണ്ടോ. നോക്കിക്കോളൂ. കമാൺ. അങ്ങനെ വെള്ളത്തിൽ നിന്ന് നമ്മൾ നേരെ കരയിലേക്ക് കയറി. കണ്ടോ, അതാണ് അടിപൊളി. കണ്ടോ, ഇത്ര നേരം നമ്മൾ റിവറിലായിരുന്നു. ഈ റിവറിൽ നിന്ന് നേരെ നമ്മൾ റോഡ് മാർഗം മുകളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ബോട്ട് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത് ഓടിക്കുന്ന നമ്മുടെ കപ്പിത്താൻ എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാർ നല്ല അടിപൊളിയായിട്ട് ഈ പോകുന്ന വഴികളെ പറ്റിയും ഈ ബോട്ടിനെ പറ്റിയും സ്ഥലങ്ങളെ പറ്റിയൊക്കെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നാ നല്ലൊരു ഫണ്ണി യാത്രയായിരുന്നു. എന്നാ പറയാം, നല്ലൊരു കാടുകളിൽ കൂടെയും
വെള്ളത്തിൽ കൂടെയൊക്കെയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു ജീവിതത്തിലൊരു ആദ്യത്തൊരു അനുഭവമാണ്. അപ്പോൾ ചാൻസ് കിട്ടുന്നവരൊക്കെ വിസ്കോൺസിനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോട്ട് യാത്ര മിസ്സാകേണ്ട നല്ലൊരു അനുഭവമായിരുന്നു. Coming over the front of the duck, getting myself and maybe the first few rows wet, but that is nothing compared to that 8-foot tidal wave coming up across the back. So if you have anything on the ground you don't want to get wet, I would pick that up now and hold on tight. Alright, here we go. Woo! Oh my God! Woo! Wow! Oh, what? Now I was not kidding about that tidal wave. Yeah, see? We are on artificial Nelson, which means it's fake. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയി പോയിട്ടോ. ഇത്രയും നേരം റിവറിങ്ങനെ കയറി റിവറിൽ നേരെ ഓടുന്നവരെ കയറി ചേർക്കണം. Thank you, I appreciate you. Yeah, have a good day.